സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഋഷിക്ക് ജിൻസി മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഋഷി അത് കുടിക്കാനായിട്ട് കൂട്ടാക്കണില്ല, മരുന്നൊക്കെ തട്ടിക്കളയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ജിൻസി വേഗം തന്നെ ദേവികയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒന്ന് പോയി ഋഷിക്ക് മരുന്ന് കൊടുക്കുക, ഞാൻ കൊടുത്തിട്ട് അവൻ കഴിക്കണില്ല എന്ന് പറയണു. ആ സമയത്ത് ദേവികയ്ക്ക് അത് ഒട്ടും ഇഷ്ടമാവണില്ല. ദേവിക പറയുന്നുണ്ട്, ഞാൻ എന്തിനാ മരുന്ന് കൊടുക്കാൻ പോണേ, അതൊക്കെ ജിൻസി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, നീ കൊടുത്താലേ അവൻ കുടിക്കുള്ളൂ, ഞാൻ കൊടുത്താൽ അവനിപ്പോൾ കുടിക്കണില്ല. നിന്നോട് അന്ന് മേളിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് നീ ഞങ്ങളുടെ വാക്ക് ധിക്കരിച്ചു പോയി ഋഷിയെ കണ്ടു, അതോടുകൂടി അവൻ്റെ സ്വഭാവം ആകെ മാറി. ഇപ്പം എന്ത് കാര്യവും നീ ചെയ്തു കൊടുത്താലേ അവനൊക്കത് ഇഷ്ടപ്പെടണുള്ളൂ എന്നൊക്കെ പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അതൊന്നും എൻ്റെ ഉത്തരവാദിത്തമല്ല, എനിക്കിവിടെ ഇഷ്ടം പോലെ ജോലിയുണ്ട്, അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയുമ്പം ജിൻസി പറയുന്നുണ്ട്, ഇതും നിൻ്റെ ജോലിയിൽ പെട്ടതാണ്. അങ്ങനെ ദേവികയും ജിൻസിയും തർക്കിച്ച് നിൽക്കുന്ന സമയത്ത് വീണ്ടും ഋഷി മേളിൽ നിന്ന് ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പം ദേവിക പറയുന്നുണ്ട്, ജിൻസി ഒന്ന് ചെന്ന് നോക്ക്, ഒരുപാട് നേരമായല്ലോ ബെല്ലടിക്കണമെന്ന് പറയുമ്പം ആ ബെല്ലൊക്കെ അവിടെ കിടന്ന് അടിച്ചോളും, വേണേ നീ പോയി നോക്കുമെന്ന് പറയണു. അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് മേളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പം ഋഷി ലീ എന്നും പറഞ്ഞ് വിളിക്കുന്നു. ആ സമയത്ത് ദേവിക ഋഷിയുടെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ഋഷിക്കാണെങ്കിൽ ദേവിക കൊടുക്കുമ്പം മടിയൊന്നും കൂടാതെ മരുന്ന് കഴിക്കണമുണ്ട്. അങ്ങനെ ദേവിക മരുന്നൊക്കെ കൊടുത്തിട്ട് താഴെ വരുന്ന സമയത്ത് ജിൻസി പറയുന്നുണ്ട്, എന്തായാലും ഋഷിക്ക് നിന്നെ നല്ലോണം ഇഷ്ടപ്പെട്ട മട്ടാണ് കാണുന്നത്, ഇനിയിപ്പോൾ നീ ഇവിടുന്ന് പോയാൽ ഋഷി അങ്ങനെ മരുന്ന് കഴിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പം അപ്പം മേഡം ഉണ്ടല്ലോ, മേഡം കൊടുത്തോളൂ എന്നൊക്കെ ദേവിക പറയുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ദേവിക അവിടെ ഇരുന്ന് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം അരുന്ധതി നന്ദുവിനോട് അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, പണ്ട് അമ്മയ്ക്ക് ദേവീനെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ദേവി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ജീവനാണ്, അവളും നല്ല സ്വഭാവമാണ്, എല്ലാവരോടും നല്ല രീതിയിലേ പെരുമാറാറുള്ളൂ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു, ഇപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയത്, ഇന്നിനിപ്പോൾ എന്തായാലും എനിക്ക് നേരത്തെ പോകണം മേഡം എന്ന് പറയുമ്പം അരുന്ധതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീ ഇന്ന് ആ ഫംഗ്ഷൻ പങ്കെടുക്കില്ല, അതെൻ്റെ വാശിയാന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രോത്ത് തറവാടാണ്. അവിടെ സിദ്ധാർത്ഥനും അതുപോലെ ഗിരീഷിനും എല്ലാവരും വൈകുന്നേരത്തെ ഫംഗ്ഷനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ അവർ ഏർപ്പാട് ചെയ്തതുപോലെ അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഭാർഗവി ആണെങ്കിലും വന്നിട്ട് ഒരുപാട് സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ രാധികയും ശാരികയും കൂടെ കൂടി നന്ദുവിനും ദേവികയ്ക്കും കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്തിനാ രാധിക ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പം രാധിക പറയുന്നുണ്ട്, വിവാഹ സമയത്തോ എൻ്റെ മോൾക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല, ഇപ്പോഴെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ അവൾക്കത് സങ്കടമാവില്ലേ. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്ത് സങ്കടം, നിങ്ങളുടെ മോളല്ലേ ദേവി, അവൾക്കറിയില്ലേ നിങ്ങളുടെ അവസ്ഥ, അതുമാത്രമല്ല ഇപ്പോൾ ശാരികയുടെ വിവാഹം തീരുമാനിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഓരോരോ ഗിഫ്റ്റുകളൊക്കെ വാങ്ങി പൈസ ചിലവാക്കണേ എന്തിനാ രാധികയെന്ന് ചോദിക്കുമ്പം എന്തായാലും ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, ഇതിന് ഞങ്ങൾ എന്തെങ്കിലും കൊടുക്കണ്ടേ, അതാണ് ഞങ്ങൾക്കും ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ എന്നാൽ രാധികയുടെ ഇഷ്ടം പോലെ ചെയ്തോ, എന്തായാലും നമ്മളുടെ മക്കളുടെ സന്തോഷത്തിൽ നമുക്കും പങ്കാളികളാവാം, ഇതൊക്കെ ഒരു രസമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം സിദ്ധാർത്ഥനെ കാണാനായിട്ട് പാർട്ടിയിലെ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചെന്നതും, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ, നിങ്ങളാരും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുപോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പം അവർ പറയുന്നുണ്ട്, അത് ഞങ്ങൾ മനഃപൂർവ്വം അല്ല സിദ്ധു, പാർട്ടിയുടെ തീരുമാനം അതായിരുന്നു, കാരണം ബലരാമനെ കൊന്നയാളെ ഞങ്ങൾ സംരക്ഷിക്കരുതെന്ന് പാർട്ടിയുടെ തീരുമാനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് സിദ്ധാർത്ഥന് ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതിന് എനിക്ക് നിങ്ങളോട് എന്തിനാ ദേഷ്യം, പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പം പാർട്ടി തീരുമാനം അനുസരിച്ചല്ലേ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ, പാർട്ടി ഒന്നായിട്ട് തീരുമാനിച്ചു ബലരാമൻ്റെ കൊലയാളിയെ സംരക്ഷിക്കരുതെന്ന്, അപ്പം നിങ്ങൾ പാർട്ടി തീരുമാനത്തിനൊത്ത് നിന്നു എന്നല്ലേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ ഞാനുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറയുമ്പം അവർ പറയുന്നുണ്ട്, ഇല്ല സിദ്ധാർത്ഥ, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസവും ഇല്ല, പിന്നെ തെളിവുകളെല്ലാം നിങ്ങൾക്ക് എതിരായതുകൊണ്ട് തന്നെ ഞങ്ങളും വിശ്വസിച്ചു ബലരാമനെ കൊന്നത് നിങ്ങളായിരിക്കുമെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇന്നലെ മന്ത്രി എന്നെ കാണാൻ വന്നിരുന്നു, എന്നോട് പാർട്ടിയുടെ ഒരു മുതിർന്ന സ്ഥാനത്തേക്ക് നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഞാനത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് പാർട്ടി ഒരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടില്ലല്ലോ, പിന്നെ മന്ത്രി സ്വന്തമായിട്ട് ഇവിടെ വന്ന് പറഞ്ഞതായിരിക്കുമെന്ന് പറയുന്നു. പിന്നീടാണെങ്കിൽ നമ്മളുടെ അരുന്ധതിനെയാണ് കാണിക്കണത്. അരുന്ധതിയും CPനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് ആ മന്ത്രിയെ കാണണം, ഒരു കാരണവശാലും സിദ്ധാർത്ഥനെ തിരിച്ച് പാർട്ടിയിൽ ഒരു സ്ഥാനവും കൊടുക്കരുതെന്ന് പറയണം, അതിനുവേണ്ടി മന്ത്രിക്ക് എപ്പോഴാണ് സമയമുള്ളതെന്ന് ചോദിച്ചിട്ട്
എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറയണു. അങ്ങനെ CP പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ അത് അന്വേഷിച്ച് മേഡത്തിന് കാണാനുള്ള സൗകര്യം റെഡിയാക്കി തരാൻ മേഡന്ന്. അങ്ങനെ CP മന്ത്രിയുടെ PA വിളിച്ചിട്ട് അരുന്ധതി മേഡത്തിന് മന്ത്രിനെ ഒന്ന് കാണണം, അതിന് എപ്പോഴാണ് മന്ത്രി ഫ്രീ ആയിട്ടുള്ള സമയം എന്ന് ചോദിക്കാൻ പറയുന്നു. ആ സമയത്ത് PA പറയുന്നുണ്ട് അത് ഇപ്പോൾ മന്ത്രി ഫ്രീ ആണ്, ഇന്നിപ്പോൾ മന്ത്രിക്ക് ഒരു ഫംഗ്ഷനും ഇല്ല, ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെ നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ നേരെ മന്ത്രിനെ കാണാനായിട്ടാണ് ചെല്ലണത്. മന്ത്രിനെ കാണാൻ ചെല്ലുമ്പോൾ മന്ത്രി ചോദിക്കുന്നുണ്ട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പം ഞാനൊരു കാര്യം പറയാനാണ് വന്നത്, നിങ്ങൾ ഞാൻ പറയണത് അനുസരിച്ചാൽ അതിൻ്റേതായ ഗുണം നിങ്ങൾക്കുണ്ടാവും, അടുത്ത ഇലക്ഷന് വീണ്ടും നിങ്ങൾക്ക് മന്ത്രിസ്ഥാനത്തിരിക്കാം. എൻ്റെ വാക്ക് ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ജന്മം നിങ്ങൾക്ക് മന്ത്രി കസേരയിലോ MLA സ്ഥാനത്തോ ഒന്നും ഇരിക്കാൻ സാധിക്കില്ല, അതിനുള്ള ഒരു നല്ല തിരിച്ചടി ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറയുമ്പോൾ മന്ത്രി ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ എന്താ വേണ്ടതെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ഒരു കാരണവശാലും സിദ്ധാർത്ഥനെ പാർട്ടിയിൽ തിരിച്ചെടുക്കരുത്, അതുമാത്രമല്ല പാർട്ടിയിൽ ഒരു സ്ഥാനവും സിദ്ധാർത്ഥന് കൊടുക്കരുതെന്ന് പറയുന്നു. ആ സമയത്ത് മന്ത്രി പറയുന്നുണ്ട് എനിക്കത് ഒറ്റയ്ക്ക് അങ്ങനെ തീരുമാനിക്കാനൊന്നും പറ്റില്ല മാഡം, പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് മാത്രമേ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ആ സമയത്ത് പാർട്ടിയിൽ കുറച്ച് പേരെങ്കിലും സിദ്ധാർത്ഥനെ എതിർത്താൽ അവരുടെ ഒപ്പം നിൽക്കാൻ മന്ത്രിക്ക് പറ്റില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ മന്ത്രി പറയുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവരുടെ ഒപ്പം ഞാൻ നിന്നോളാം എന്ന് പറയുന്നു. പിന്നീട് നമ്മളുടെ പ്രഭാവതിയും രാധികയൊക്കെ ശാരികയുടെ കല്യാണക്കാരിയൊക്കെ സംസാരിക്കണതാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ശാരികയ്ക്ക് സ്വർണവും അതുപോലെ ഡ്രസ്സൊക്കെ എടുക്കണം, അതിന് പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടാന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ രാധിക അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് കമ്പനി എല്ലാം തിരിച്ച് കിട്ടി, അതുപോലെ ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളും തിരിച്ച് കിട്ടിയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വിവാഹമൊക്കെ ഞങ്ങൾ തന്നെ മുൻകൈ എടുത്ത് നടത്തിക്കോളാം, അതോർത്ത് രാധികയും മാധവനും വിഷമിക്കണ്ട. ഇതൊക്കെ കേൾക്കുമ്പം രാധികയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീടാണെങ്കിൽ നമ്മളുടെ നന്ദു ദേവികയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ദേവിക ഫോൺ എടുത്തതും എന്താ നന്ദു എന്ന് ചോദിക്കുമ്പം ദേവി ഇറങ്ങാറായില്ലേ എന്ന് ചോദിക്കണു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ ഞാൻ ഇറങ്ങാം, മേഡം വന്നിട്ട് യാത്ര പറഞ്ഞിട്ട് പോരാന്ന് വിചാരിച്ചാൽ മേഡം ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുന്നു. ആ സമയത്ത് അതൊന്നും കുഴപ്പമില്ല, ദേവി മേഡത്തോട് പറഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ അപ്പോഴേക്കും ദേവിയെ വിളിക്കാനായിട്ട് അങ്ങോട്ട് എത്തിയേക്കാമെന്ന് പറയുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എനിക്ക് നന്ദുവിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, കുറച്ച് ദിവസമായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു, ഇതുവരെയും എനിക്കത് പറയാൻ പറ്റിയില്ല എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് എന്താ ദേവി കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എന്ന് പറയുമ്പം അത് നന്ദു എനിക്ക് പറയാനുള്ളത് നന്ദുവിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മളുടെ ജിൻസി ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ജിൻസിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടണമില്ല. ജിൻസി വേഗം തന്നെ ദേവിയുടെ അടുത്തേക്ക് വരുമ്പം ദേവി ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ത്യാഗരാജനെയാണ്. ത്യാഗരാജന് ചന്ദ്രമതി വിളിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ. അപ്പോൾ ത്യാഗരാജനാണെങ്കിൽ ഇവിടെ റെഡിയാക്കുന്നത് നല്ല ഒന്നാന്തരം ഒരു ബോംബുമാണ്. അങ്ങനെ ത്യാഗരാജൻ ബോംബ് റെഡിയായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബോംബ് ഉണ്ടാക്കുന്ന ആളുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അയാൾ ബോംബിൻ്റെ പണികൾ ഇപ്പോൾ തീരും, കുറച്ച് സമയം സാർ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ ത്യാഗരാജൻ ബോംബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചന്ദ്രമതി ഫോൺ ചെയ്യുന്നുണ്ട്. ചന്ദ്രമതിയുടെ കോള് കണ്ടതും ചേച്ചി വീണ്ടും വിളിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ത്യാഗരാജൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്ത ത്യാഗരാജൻ എന്താ ചേച്ചിയെന്ന് ചോദിക്കുമ്പം ഗിഫ്റ്റിൻ്റെ കാര്യം എന്തായി, ഗിഫ്റ്റൊക്കെ റെഡിയായോ എന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ അറിയാണ്ട് പറയുന്നുണ്ട് നല്ലൊരു ഒന്നാന്തരം ഗിഫ്റ്റ് തന്നെ ഞാൻ ഒരുക്കുന്നുണ്ടെന്ന് പറയണു. ആ സമയത്ത് ചന്ദ്രമതിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് അവൻ്റെ സംസാരത്തിൽ. എന്താ ത്യാഗരാജ നീ അങ്ങനെ പറഞ്ഞാൽ ഗിഫ്റ്റ് ഒരുക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് അതല്ല, നല്ലൊരു ഗിഫ്റ്റ് ഞാൻ റെഡിയാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, നല്ലൊരു ഗിഫ്റ്റ് തന്നെ അവർക്ക് കൊടുക്കണമല്ലോ. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് അതെ അങ്ങനെയാണോ, ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നീ വേറെ എന്തെങ്കിലും മനസ്സിൽ വെച്ചാണോ പറയണതെന്ന് സംശയിച്ചു എന്ന് പറയുന്നു. ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചിക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമായില്ലേ, എനിക്ക് നിന്നെ വിശ്വാസമാണ്, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ, എന്തായാലും കൃത്യസമയത്ത് തന്നെ നീ അത് കൊണ്ടേ കൊടുക്കുകയും ചെയ്യണം, ആ പരിപാടിയിൽ പങ്കെടുക്കുകയും വേണമെന്ന് പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും കൃത്യസമയത്ത് തന്നെ അവിടെ എത്തുകയും ചെയ്യും, ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് കൃത്യസമയത്ത് തന്നെ ഇന്ന് സിദ്ധാർത്ഥനെയും പ്രഭാവതിനെയും എല്ലാവരെയും ഞാൻ പരലോകത്തേക്ക് അയക്കുമെന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ബോംബുണ്ടാക്കിയ ആളോട് ചോദിക്കുന്നുണ്ട് എന്തായി ബോംബെല്ലാം റെഡി ആയില്ലേന്ന് ചോദിക്കുമ്പോൾ സാറേ ഇത് എവിടെയാണോ പൊട്ടേണ്ടത് ആ പൊട്ടണ സ്ഥലത്തുനിന്ന് 300 മീറ്റർ അകലെ സാറ് മാറി നിന്നിട്ട് ഈ റിമോട്ടിലൊന്ന് വിരലമർത്തിയാൽ മതി, ബോംബ് പൊട്ടിക്കോളും. ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് ഇതിന് പ്രശ്നമൊന്നും വരില്ലല്ലോ, കൃത്യമായിട്ട് പൊട്ടില്ല എന്ന് ചോദിക്കുമ്പം സാറിന് സംശയമുണ്ടോ, ഒരു സംശയവും വേണ്ട, ഇത് കൃത്യമായിട്ട് തന്നെ പൊട്ടും, സാറൊരു 300 മീറ്റർ അകലെ നിന്ന് പൊട്ടിച്ചാൽ മതി എന്നും പറഞ്ഞ് അയാൾ ആ ബോംബിൻ്റെ റിമോട്ടും കൂടി ത്യാഗരാജൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അതും വാങ്ങിക്കൊണ്ട് ത്യാഗരാജൻ
അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് ത്യാഗരാജൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, എന്തായാലും ഇന്നത്തോടു കൂടി ചന്ദ്രോത്ത് തറവാടും ആ സിദ്ധാർത്ഥനും പ്രഭാവതി എല്ലാം ഓർമ്മയായി തീരുമെന്നും പറഞ്ഞിങ്ങനെ പോകുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.